ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ അച്ചമ്മയുടെ 80ാം പിറന്നാൾ വളരെയധികം നല്ല രീതിയിൽ തന്നെ ആഘോഷിക്കാൻ തീരുമാനിക്കാട്ടോ സച്ചിയുടെ വീട്ടുകാരും. അച്ചമ്മയെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ വമ്പൻ ഒരു സർപ്രൈസ് ഒരുക്കാൻ വേണ്ടിയിട്ട് തന്നെ ശ്രീകാന്തും അതുപോലെ തന്നെ രവീന്ദ്രനും സച്ചിയും എല്ലാവരും കൂടി തീരുമാനിക്കുന്നുണ്ട്. ശ്രീകാന്ത് ഏതായാലും വർഷോട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്താണ് താൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഗിഫ്റ്റ് എന്ന് പറയാമെന്ന് പറയും. ഇതേ സമയത്ത് സച്ചി ആണെങ്കിൽ തൻ്റെ സങ്കടങ്ങളെല്ലാം തന്നെ രേവതിയോട് പറയുന്നുണ്ട്. അച്ചമ്മയുടെ 60ാം പിറന്നാളിന് എന്തെങ്കിലും കാര്യമായിട്ടൊരു സമ്മാനം കൊടുക്കണമെന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ തൻ്റെ കയ്യിൽ സാമ്പത്തികമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അന്ന് അതിനൊന്നും തന്നെ സാധിച്ചില്ല. എന്നാൽ ഇപ്പോഴാണെങ്കിൽ തൻ്റെ കയ്യിൽ അത്യാവശ്യത്തിന് പൈസയുണ്ട്. അതുകൊണ്ട് രേവതി, അച്ചമ്മയുടെ ഈ ഒരു പിറന്നാളിന് എന്തെങ്കിലും കാര്യമായിട്ട് എനിക്ക് കൊടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് എന്ന് പറയുന്ന സമയത്തിന് രേവതിയും അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. അല്ല, എന്ത് സമ്മാനം വാങ്ങിക്കാനാണ് സച്ചിയായിട്ട് തീരുമാനിക്കുന്നതെന്ന് ചോദിക്കുന്ന സമയത്തിന് 3 പവൻ്റെ ഒരു മാല വാങ്ങിക്കണമെന്നാണ് കേട്ടോ സച്ചി പറയുന്നത്. അയ്യോ സച്ചിയേട്ടാ, അതിനൊരു 2-2.5 ലക്ഷം രൂപയെങ്കിലും വേണ്ടേന്ന് ചോദിക്കുന്ന സമയത്തിനെ സച്ചി ചോദിക്കുന്നുണ്ട്, ഞാൻ ആരുടെങ്കിലും കയ്യിൽ നിന്ന് പണം കടം വാങ്ങിക്കുന്നത് കൊണ്ട് നിനക്ക് കുഴപ്പമുണ്ടോ? ഏതെങ്കിലും ഫിനാൻസറുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം വാങ്ങിച്ചാലോ എന്ന് ചോദിക്കുന്ന സമയത്തിനെ രേവതി പറഞ്ഞിട്ട്, ഒരു കുഴപ്പമില്ല സച്ചിയേട്ടാ, എന്തായാലും നമ്മുടെ അച്ചമ്മക്ക് വേണ്ടിയിട്ടില്ലേ, അത് വാങ്ങിച്ചാലേതായാലും അധികമൊന്നും ആയി പോവില്ല എന്നൊക്കെ പറയും. സച്ചിക്കാണെങ്കിൽ ചെറുപ്പം മുതലേ ഒരമ്മയുടെ സ്നേഹം പോലും കിട്ടിയിട്ടില്ല. ആ അമ്മയുടെ സ്നേഹമെല്ലാം പകുത്തു കൊടുത്തതൊക്കെ അച്ചമ്മയായിരുന്നു. സച്ചിക്ക് ആദ്യമായിട്ട് കാറ് വാങ്ങിച്ചു കൊടുത്തതും സച്ചിനെ ചെറുപ്പം മുതലേ വളർത്തിയെടുത്തതൊക്കെ അച്ചമ്മയായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ചമ്മയുടെ ഈ ഒരു 80ാം പിറന്നാളിന് കാര്യമായിട്ട് അച്ചമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്നൊക്കെ ചിന്തിക്കാട്ടെ സച്ചി. അങ്ങനെ അച്ചമ്മയെ ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്വർണ്ണമാല വാങ്ങിക്കണം, 3 പവൻ്റെ സ്വർണ്ണമാല വാങ്ങിക്കണം എന്നൊക്കെ തീരുമാനിച്ച സച്ചി അവിടെ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഓരോ കൂട്ടുകാരോടൊക്കെ ഇങ്ങനെ പണം ചോദിക്കുന്നുണ്ട്. എന്നാൽ സച്ചിയുടെ സാമ്പത്തിക സ്ഥിതി അറിയാവുന്നത് കൊണ്ട് തന്നെ സച്ചിക്കാരും ഇത്രയും ലക്ഷം രൂപയൊന്നും ഒരുമിച്ച് കൊടുക്കുന്നില്ല. സച്ചിക്ക് അറിയാവുന്നവരോടൊക്കെ പോയിട്ട് സച്ചി പണം ചോദിക്കുന്ന സമയത്തിന് സച്ചിയോട് പറഞ്ഞിട്ട്, അയ്യോ ഇത്രയും ലക്ഷം രൂപയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല സച്ചി, വല്ല കുറച്ച് പൈസ 10,000-10,000 ആണെങ്കിൽ ഞങ്ങൾ തന്നേനെ, അല്ലാതെ ഇത്രയും ലക്ഷക്കണക്കിന് രൂപയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ കൈമലർത്തി കാണിക്കും. വേറൊരാളോട് പോയി പണം ചോദിക്കുന്ന സമയത്തിന് സച്ചിയോട് പറഞ്ഞിട്ട്, അയ്യോ സച്ചി, നീ ഒരു 5 മിനിറ്റ് മുൻപ് വന്നുകൂടായിരുന്നോ? ദേ എൻ്റെ കയ്യിൽ ഇത്രയും നേരം പൈസ ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ പണം മറ്റൊരാൾക്ക് കൊടുത്തേ ഉള്ളൂ എന്നൊക്കെ പറയും. അങ്ങനെ സച്ചിക്ക് എവിടെ നിന്നും പണം കിട്ടാത്തത് കൊണ്ട് തന്നെ സച്ചി ആകെ വിഷമത്തിലായിരിക്കും. പിന്നീട് നേരെ പോകുന്നത് പലിശക്കാരൻ്റെ അടുത്തേക്കായിരിക്കും. പലിശക്കാരൻ്റെ അടുത്ത് പോയിട്ട് 3 ലക്ഷം രൂപ കടം ചോദിക്കുന്ന സമയത്തിന് അയാൾ പറഞ്ഞിട്ട്, സച്ചി നീ അങ്ങനെ ചോദിക്കുന്ന സമയത്തിന് ചുമ്മാ ഒരു 3 ലക്ഷം രൂപയൊന്നും എടുത്തു തരാൻ കഴിയില്ല, അങ്ങനെ ജാമ്യത്തിലായിട്ട് വെക്കാൻ നിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? സച്ചി പറഞ്ഞിട്ട്, നിങ്ങൾക്ക് പലിശ എത്ര വേണമെങ്കിലും തരാം, തൽക്കാലം നിങ്ങൾ എനിക്ക് കുറച്ച് പൈസ താ എന്ന് പറയുന്ന സമയത്തിന് പലിശക്കാരൻ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല. എന്തെങ്കിലും പ്രോപ്പർട്ടിയോ സ്വർണ്ണോ എന്തെങ്കിലും വെക്കാതെ ഒരിക്കലും ഇത്രയും ലക്ഷം രൂപ നിന്നെ വിശ്വസിച്ചിട്ട് ഒരിക്കലും തരാൻ പറ്റത്തില്ല എന്ന് തന്നെ ആയിരിക്കട്ടെ സച്ചിയോട് മറുപടി കൊടുക്കുന്നത്. നിന്റെ കയ്യിൽ സ്വർണ്ണോ വീടിൻ്റെ ആധാരമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ, എങ്കിൽ നിനക്ക് ഞാൻ പണം തരാമെന്ന് പറയുന്ന സമയത്തിന് സച്ചി പറഞ്ഞിട്ട്, അതെ എൻ്റെ അച്ചമ്മക്ക് കുറച്ച് സ്വർണം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൈസ ചോദിക്കുന്നത്, എന്നിട്ട് പിന്നെ സ്വർണം തന്നെ വെച്ചിട്ട് എനിക്കെന്തിനാ പൈസ? സ്വർണം വെച്ചിട്ട് സ്വർണം തന്നെ വാങ്ങിക്കാനോ? നിങ്ങൾ എങ്ങനെയെങ്കിലും എനിക്ക് കുറച്ച് പണം തന്ന് സഹായിക്കുമെന്ന് പറയുന്ന സമയത്തിന് പലിശക്കാരൻ ഒന്നും തന്നെ കൊടുക്കുന്നില്ല. നിന്റെ കയ്യിലൊന്നും ഈട് വെക്കാനില്ലെങ്കിൽ എനിക്ക് ഏതായാലും പണം തരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ പലിശക്കാരൻ സച്ചിയെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നത്. സച്ചി ആകെ വിഷമത്തോടുകൂടി അവിടെ നിന്നും പോരുകയാണ്. കാരണം ഇത്രമാത്രം തന്നെ സ്നേഹിച്ച് തൻ്റെ അച്ചമ്മയ്ക്ക് എന്തെങ്കിലും ഒരു പിറന്നാൾ സമ്മാനമായിട്ട് കാര്യമായിട്ട് കൊടുക്കണമെന്ന് സച്ചിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. എന്നാൽ താൻ ഉദ്ദേശിച്ച മാതിരി ആരും തന്നെ തനിക്ക് പണം കടമായിട്ട് തന്നില്ല. മാത്രമല്ല പലിശക്കാരൻ്റെ അടുത്ത് പോയപ്പോൾ പലിശക്ക് പോലും പണം കിട്ടിയില്ല എന്നൊക്കെ ചിന്തിച്ച് ആകെ സങ്കടപ്പെട്ടുകൊണ്ടായിരിക്കട്ടെ സച്ചി വീട്ടിലേക്ക് കയറി വരുന്നത്. സച്ചിയുടെ വിഷമം കാണുന്ന സമയത്തിന് രേവതിക്കും ഭയങ്കര സങ്കടമായിരിക്കും. രേവതി പെട്ടെന്ന് പ്ലേറ്റ് മാറ്റുന്ന രീതിയിലേക്ക് സംസാരിക്കുന്നുണ്ട്. സച്ചിയേട്ടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അച്ചമ്മക്ക് സ്വർണം വാങ്ങിക്കണമെന്ന് പറഞ്ഞിരുന്നില്ലേ? എനിക്കറിയാവുന്ന ഒരു ജ്വല്ലറിക്കാരനുണ്ട്, അയാളുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അയാൾ എനിക്ക് പൈസ കുറച്ച് തരുമെന്നൊക്കെ പറയും. സച്ചി പറഞ്ഞിട്ട്, അയ്യോ രേവതി, അതിന് അച്ചമ്മക്ക് സ്വർണ്ണമാല വാങ്ങിച്ചു കൊടുക്കാനുള്ള പൈസയൊന്നും ശരിയായിട്ടില്ല. ഞാൻ കുറേ പേരോട് അന്വേഷിച്ചിട്ട് എനിക്ക് പണമൊന്നും കിട്ടിയിട്ടില്ല. അച്ചമ്മക്ക് നമുക്ക് സ്വർണ്ണമാലക്ക് പകരമായിട്ട് ഒരു സാരി എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കാമെന്നൊക്കെ പറയുന്ന സമയത്തിന് രേവതിക്കും അത് വല്ലാത്ത സങ്കടമായിരിക്കും. രേവതി ചോദിക്കുന്നത്, എന്താ സച്ചിയേട്ടാ പെട്ടെന്ന് സച്ചിയേട്ടൻ എന്താ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് സച്ചി പറഞ്ഞിട്ട്, അല്ല രേവതി, എനിക്കറിയാവുന്ന 5-6 പേരോടൊക്കെ ഞാൻ മാറി മാറി ചോദിച്ചു നോക്കി. ഇത്രയും പൈസ ഒരുമിച്ചായതുകൊണ്ട് തന്നെ ആരും എന്നെ പണം തന്ന് സഹായിക്കുന്നില്ല രേവതി. പിന്നെ പലിശക്കാരനോട് പോയിട്ട് പണം ചോദിക്കുന്ന സമയത്തിന് പലിശ എത്ര വേണമെങ്കിലും കെട്ടാമെന്ന് ഞാൻ പറഞ്ഞു നോക്കി. പക്ഷേ പലിശക്കാരൻ പോലും പലിശ തരുന്നില്ല, എന്തെങ്കിലും ഈട് വെക്കാതെ പണം തരുന്നില്ലെന്നാണ് അയാൾ പറയുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കാർ അങ്ങ് വെച്ചാലോ എന്നിങ്ങനെ സച്ചി ചോദിക്കുന്ന സമയത്തിന് രേവതി പറഞ്ഞിട്ട്, കാറിൻ്റെ ഡ്യൂ തന്നെ നമ്മൾ ഇതുവരെ അടച്ചു തീർത്തില്ലല്ലോ സച്ചിയേട്ടാ, പിന്നെ ആ കാർ എങ്ങനെ വെക്കുമെന്നൊക്കെ ചോദിക്കുകയാണ് രേവതി.
സച്ചി സങ്കടപ്പെട്ട് പറയുന്നുണ്ട്, വേണ്ട രേവതി, ഒന്നും വേണ്ട, നമുക്ക് സ്വർണ്ണമാലയൊന്നും വേണ്ട. അച്ഛമ്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഏതായാലും അച്ഛമ്മക്കൊരു സാരി വാങ്ങിച്ചു കൊടുക്കാം. എൻ്റെ അച്ഛമ്മ എന്നെ ഒരുപാട് നോക്കിയതാണ്, ഒരുപാട് സ്നേഹിച്ചതാണ്. അതുകൊണ്ട് അച്ഛമ്മക്ക് വേണ്ടിയിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്നിങ്ങനെ സങ്കടപ്പെട്ട് പറയും. എന്നെ ഒരുപാട് സ്നേഹിച്ച് എന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് നോക്കിയ അച്ഛമ്മയാണ്. അച്ഛമ്മയ്ക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. സാരമില്ല, പോട്ടെ. ഏതായാലും ഒന്നും നടക്കില്ല എന്ന് എനിക്ക് ഉറപ്പായി. അച്ചമ്മക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള സങ്കടം മാത്രമേ എനിക്കുള്ളൂ. ഏതായാലും രേവതി, ഇന്നത്തോടെ ഒരു കാര്യം കൂടെ എനിക്ക് മനസ്സിലായി. നമുക്കെന്തെങ്കിലും അത്യാവശ്യം വന്നാൽ നമ്മളെ സഹായിക്കാൻ പോലും ആരുമില്ല എന്ന കാര്യം എനിക്ക് ഇന്ന് ബോധ്യപ്പെട്ടു എന്നിങ്ങനെ സങ്കടത്തോടെ പറയായിരിക്കട്ടെ സച്ചി. സച്ചിയുടെ സങ്കടം കാണുന്ന സമയത്തിന് രേവതിക്കും ഭയങ്കര സങ്കടമായിരിക്കും. രേവതി ചോദിക്കുന്നുണ്ട്, സച്ചിയേട്ടാ, സച്ചിയേട്ടന് ഇപ്പം എന്താ വേണ്ടത്? അച്ചമ്മക്ക് കുറച്ച് സ്വർണം വാങ്ങിക്കണം, അത്രയല്ലേ ഉള്ളൂ, അതിനൊരു വഴിയുണ്ട്. സച്ചി ചോദിക്കുന്നുണ്ട്, എന്ത് വഴിയാ രേവതി? ഞാൻ ഇത്രമാത്രം കടം ചോദിച്ചിട്ടും ആരും എനിക്ക് പണം തന്നില്ലല്ലോ രേവതി. എന്നിട്ടിപ്പോൾ നിന്റെ കയ്യിൽ എന്താ ഐഡിയ ഉള്ളത് എന്ന് ചോദിക്കും. രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ, എൻ്റെ കയ്യിൽ സ്വർണ്ണമുണ്ടല്ലോ. എനിക്ക് അച്ചമ്മ തന്ന സ്വർണ്ണാഭരണങ്ങളും മറ്റുമായിട്ട് ഞാൻ അത് ഉപയോഗിക്കാതെ ഇവിടുത്തെ അമ്മയുടെ കയ്യിലിരിക്കല്ലേ. നമുക്ക് ആ സ്വർണ്ണം എടുത്തിട്ട് വിൽക്കുകയോ പണയം വെക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് അതെടുത്തിട്ട് നമുക്ക് അച്ചമ്മക്ക് സ്വർണ്ണം വാങ്ങിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാലോ. അന്നേരം സച്ചി പറഞ്ഞിട്ട്, ഏയ് അതൊന്നും പറ്റില്ല, അതൊന്നും ശരിയാവില്ല. ആ സ്വർണം നീ വേണ്ടാന്ന് പറഞ്ഞ ശബ്ദം എടുത്തിട്ടല്ലേ അമ്മയുടെ കയ്യിൽ അത് തിരിച്ചേൽപ്പിച്ചിരിക്കുന്നത്. എന്നിട്ടിപ്പോൾ ഇനി അതിങ്ങനെ നമ്മൾ തിരിച്ചു വാങ്ങിക്കാനാ? അന്നേരം രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സച്ചിയേട്ടാ, ഞാൻ എൻ്റെ ദേഹത്ത് എന്തെങ്കിലും സ്വർണ്ണാഭരണങ്ങൾ അണിയുന്നുണ്ടെങ്കിൽ അത് സച്ചിയേട്ടൻ വാങ്ങിച്ചു തന്ന സ്വർണ്ണമായിരിക്കുമെന്ന് മാത്രമേ ഞാൻ ശബ്ദം ചെയ്തിട്ടുള്ളൂ. അല്ലാതെ സ്വർണം വേണ്ട എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇത് എനിക്ക് വേണ്ടിയിട്ടൊന്നുമല്ലല്ലോ, നമ്മുടെ അച്ചമ്മക്ക് വേണ്ടിയിട്ടല്ലേ. അതിനു വേണ്ടിയിട്ട് ആ ഒരു സ്വർണ്ണാഭരണങ്ങൾ ചോദിക്കുന്നതിൽ കൊണ്ട് ഒരു കുഴപ്പമില്ല, നമുക്കത് ചോദിക്കാം സച്ചിയേട്ടാ. ആ സ്വർണം അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതിന് ശേഷം നമുക്ക് പണയം വെക്കാം. എന്നിട്ട് അത് നമുക്ക് പണം കിട്ടുന്ന സമയത്ത് അത് തിരികെ എടുക്കുകയും ചെയ്യാലോ. ഇങ്ങനെ ചെയ്ത പ്രശ്നം ഉടനെ തന്നെ തീർന്നില്ലേ എന്നൊക്കെ ചോദിക്കാട്ടോ രേവതി. എന്നാലും സച്ചിക്കൊരു മടിയായിരിക്കും. സച്ചി ചോദിക്കുന്നുണ്ട്, എന്നാലും അങ്ങനെ ചെയ്യണോ രേവതി എന്ന് ചോദിക്കുന്ന സമയത്തിൻ്റെ രേവതി പറയുന്നത്, ചെയ്യണം സച്ചിയേട്ടാ, ഒരു കുഴപ്പമില്ല, നമ്മുടെ അച്ചമ്മക്ക് വേണ്ടിയിട്ടല്ലേ. ഏതായാലും ആ സ്വർണ്ണാഭരണങ്ങളെല്ലാം പണയം വെച്ചുകൊണ്ടതിന് അച്ചമ്മക്ക് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സ്വർണ്ണമാല വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് രേവതി. സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല, ഇതിപ്പോൾ അച്ചമ്മ തന്ന സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് നമ്മൾ വീണ്ടും അച്ചമ്മക്ക് തന്നെ സ്വർണ്ണം വാങ്ങിച്ചു കൊടുത്തതുപോലെ ആവില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് രേവതി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല സച്ചിയേട്ടാ, അച്ചമ്മയുടെ ആഗ്രഹം ഞാൻ സ്വർണ്ണമിട്ട് കാണണമെന്നാണ്. എൻ്റെ ആഗ്രഹമാണെങ്കിൽ സച്ചിയേട്ടൻ അച്ചമ്മക്ക് സ്വർണ്ണമിട്ട് കാണണമെന്നാണ്. അതുകൊണ്ട് ആ സ്വർണം ചോദിക്കുന്നതിൽ ഒരു കുഴപ്പമില്ല എന്ന് പറയായിരിക്കട്ടെ രേവതി. സച്ചി പറഞ്ഞിട്ട്, എന്നാലും രേവതി, നമ്മളിപ്പോൾ പോയിട്ട് ആ സ്വർണം എങ്ങാനും ചോദിച്ചു കഴിഞ്ഞാൽ അമ്മ പിന്നെ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഊഹിക്കാലോ. നീ ശപഥം ചെയ്തിട്ട് എന്തായി? നിന്റെ ഒരു ശപഥം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും ഒരുപാട് വഴക്ക് പറയുകയൊക്കെ ചെയ്യും. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ രേവതി അത് പോയി ചോദിക്കാന്നൊക്കെ ചോദിക്കുന്ന സമയത്തിൻ്റെ രേവതി പറഞ്ഞിട്ട്, അല്ല സച്ചിയേട്ടാ, ചോദിക്കാൻ എന്തിനാ സച്ചിയേട്ടൻ മടിക്കുന്നത്? അത് നമ്മുടെ സ്വർണ്ണാഭരണമല്ലേ. ഇനി സച്ചിയേട്ടൻ അത് ചോദിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കത് അച്ഛനെ കൊണ്ട് ചോദിപ്പിക്കാം. അച്ഛൻ ചോദിച്ചാൽ ഏതായാലും അമ്മ ആ സ്വർണ്ണാഭരണമെല്ലാം തന്നെ തരുമല്ലോ എന്നും പറയും. സച്ചി പറഞ്ഞിട്ട്, അതേതായാലും ഒരു നല്ല ഐഡിയ ആണ്. നമ്മൾ നേരിട്ട് പോയി ചോദിക്കുമ്പോഴല്ലേ നമുക്ക് പ്രശ്നമുള്ളൂ. ഏതായാലും അച്ഛനെ കൊണ്ട് ചോദിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ സച്ചി രേവതിയും കൂട്ടി നേരെ രവീന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ രണ്ടുപേരും രവീന്ദ്രൻ്റെ മുന്നിലേക്ക് ചെന്നതിന് ശേഷം രണ്ടുപേരും ഇങ്ങനെ പരുങ്ങലോടെ നിൽക്കുമായിരിക്കട്ടോ. സച്ചിക്കാണെങ്കിലും രേവതിക്കാണെങ്കിലും ഈ ഒരു കാര്യം രവീന്ദ്രനോട് തുറന്നു പറയാൻ ഭയങ്കര ചമ്മലായിരിക്കും. എന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ പരുങ്ങി കളിക്കുന്നത് കാണുന്ന സമയത്തിന് രവീന്ദ്രൻ ചോദിക്കുന്നത്, എന്താ രേവതി മോളെ, എന്താ സച്ചി, നിങ്ങൾക്ക് എന്തോ എന്നോട് പറയാനുണ്ടെന്ന് തോന്നുന്നു. സച്ചി പറഞ്ഞിട്ട്, അതെ അച്ഛാ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറയുന്ന സമയത്തിന് എന്താണെങ്കിലും നീ പറഞ്ഞോ എന്ന് പറയും. അപ്പോഴേക്കും സച്ചി പറഞ്ഞിട്ട്, അല്ല അച്ഛാ, അച്ഛൻ ഭക്ഷണം കഴിച്ചോ എന്ന് പെട്ടെന്ന് അങ്ങ് ചോദിക്കാട്ടോ സച്ചി. സച്ചിക്കാണെങ്കിൽ രവീന്ദ്രൻ്റെ മുഖത്ത് നോക്കിയിട്ട് പെട്ടെന്ന് ആ ഒരു സ്വർണം ചോദിക്കാനൊരു മടിയായിരിക്കും. രവീന്ദ്രൻ പറഞ്ഞിട്ട്, ഇല്ലടാ, ഞാൻ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, നമുക്ക് എല്ലാവരും വന്നതിന് ശേഷം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് പറയാനേ. എന്നിട്ട് വീണ്ടും സച്ചി അവിടെ നിന്ന് പോവാതെ അങ്ങനെ പരിങ്ങലോടെ നിൽക്കുന്ന സമയത്തിന് രവീന്ദ്രൻ വീണ്ടും ചോദിക്കുന്നുണ്ട്, എന്താടാ, നിനക്കെന്താ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് സച്ചി പറഞ്ഞിട്ട്, അതെ അച്ഛാ, ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് എന്ന് പറയും. എന്താടാ, എന്ത് കാര്യമാണെങ്കിലും നീ പറഞ്ഞോന്നിങ്ങനെ രവീന്ദ്രൻ പറയുന്ന സമയത്തിന് സച്ചി പെട്ടെന്ന് പറയുന്നത്, അയ്യോ അച്ഛാ, എനിക്കല്ല, അതെ ഈ രേവതിക്കാണ് എന്തോ പറയാനുള്ളത് അച്ഛനോട് എന്ന് പറയും. എന്താ രേവതി മോളെ, മോൾക്ക് എന്താ എന്നോട് പറയാനുള്ളത് എന്ന് ചോദിക്കുന്ന സമയത്തിന് രേവതി ആകെ അങ്ങനെ പകച്ചു പോയിട്ട് സച്ചിയെ ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് എന്താന്ന് വെച്ചാലും പറഞ്ഞോ എന്ന് പറയുന്ന സമയത്തിന് രേവതിയും ചോദിക്കുന്നുണ്ട്, അത് പിന്നെ അച്ഛൻ കഴിച്ചോ എന്ന് ചോദിക്കുകയാണ്. അപ്പം രവീന്ദ്രൻ പറഞ്ഞിട്ട്, അതല്ലേ ഞാൻ ഇപ്പം ഇവനോട് പറഞ്ഞത് നമുക്ക് ഒരുമിച്ച് കഴിക്കാമെന്ന്. അതെ, നമുക്ക് എല്ലാവരും വന്നിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാമെന്ന് രവീന്ദ്രൻ വീണ്ടും പറയുന്ന സമയത്തിന് രേവതി പോവാതെ വീണ്ടും ഇങ്ങനെ സച്ചിയോട് എന്തൊക്കെയോ ആക്ഷൻ കാട്ടിയിട്ട് രണ്ടുപേരും ഇങ്ങനെ പരിങ്ങി നിൽക്കുന്നതെല്ലാം തന്നെ രവീന്ദ്രൻ ശ്രദ്ധിക്കും. രേവതി പറഞ്ഞിട്ട്, അത് പിന്നെ അച്ഛാ, മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് എന്ന് പറയുന്ന സമയത്തിന് എന്താന്ന് വെച്ചോ പറഞ്ഞോ എന്ന് പറയുന്ന സമയത്തിന് ഒന്നുമില്ലാന്ന് പറയും. രവീന്ദ്രൻ അത്ര നേരം പത്രം വായിച്ചിരിക്കട്ടോ. പത്രമെല്ലാം മടക്കി വെച്ചതിന് ശേഷം അവരുടെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട്, അതെ, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തോ ഒരു കാര്യം എന്നോട് പറയാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി.
പക്ഷേ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് പറയാൻ വയ്യ. എന്താണെങ്കിലും പറ മക്കളെ എന്നൊക്കെ പറയും. സച്ചി പറഞ്ഞിട്ട് അല്ലച്ചാ, രേവതിയുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ അമ്മയുടെ കയ്യിലില്ലേ? ആ ഉണ്ട്, എന്താണ് കാര്യമെന്ന് ചോദിക്കുന്ന സമയത്തിന് സച്ചി പറഞ്ഞിട്ട് അത് പിന്നെ അച്ഛാ, ആ സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ അച്ഛനൊന്ന് ഞങ്ങൾക്ക് തിരിച്ചു വാങ്ങിച്ചു തരാമോ? അത് കേട്ടതോടുകൂടി തന്നെ രവീന്ദ്രൻ രണ്ടുപേരെ ഇങ്ങനെ സൂക്ഷിച്ച് മാറി മാറി നോക്കി നിൽക്കാണ്. എന്നാൽ സ്വർണത്തിന്റെ കാര്യം കേട്ടുകൊണ്ടായിരിക്കും സുധി അതിലൂടെ പാസ് ചെയ്യുന്നത്. സ്വർണ്ണാഭരണത്തിന്റെ കാര്യമാണല്ലോ ഇവർ സംസാരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ സുധി അവരെ തന്നെ ഇങ്ങനെ മാറി നിന്ന് ശ്രദ്ധിക്കാണ്. സച്ചി ചോദിക്കുന്നൊരു പ്ലീസ് അച്ഛാ, അമ്മയുടെ കയ്യിൽ നിന്ന് ആ സ്വർണ്ണാഭരണമെല്ലാം തന്നെ വാങ്ങിച്ചു തരാമോ എന്ന് ചോദിക്കുന്ന സമയത്തിന്റെ രവീന്ദ്രൻ പറഞ്ഞിട്ട് എടാ സച്ചി, അത് ഇവളുടെ സ്വർണ്ണാഭരണങ്ങളല്ലേ? അന്ന് തന്നെ ആ ആഭരണങ്ങളെല്ലാം ഇവളുടെ കയ്യിൽ തന്നെ വെക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം നിങ്ങൾ തിരിച്ചു വാങ്ങിക്കുന്നതിൽ നിങ്ങൾക്ക് എന്തിനാ ഇത്ര മടി? അത് വേണമെങ്കിൽ ഇപ്പം തന്നെ തിരിച്ചു വാങ്ങിച്ചോ എന്നൊക്കെ പറയാട്ടോ രവീന്ദ്രൻ. എന്നാൽ അത് കേൾക്കുന്ന സമയത്തിന് സുധി ആകെ ഷോക്കായി പോവാണ്. ഈശ്വര, ഇനി എന്ത് ചെയ്യും? സ്വർണ്ണാഭരണമൊന്നും ഇവിടെ ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് ആകെ ടെൻഷനോടെ നിൽക്കുമായിരിക്കട്ടെ സുധി. സച്ചി പറഞ്ഞിട്ട് അച്ഛൻ തന്നെ അത് ചോദിച്ചിട്ട് വാങ്ങിച്ചു തരണം. കാരണം ഞങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മ ഞങ്ങളോട് ദേഷ്യപ്പെടും. പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ രേവതിയെ പറ്റിയിട്ടും എന്നെ പറ്റിയിട്ടൊക്കെ സംസാരിക്കാൻ നിൽക്കും. അച്ഛൻ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. അച്ഛൻ അമ്മയുടെ കയ്യിലായ ഒരു ആഭരണങ്ങളെല്ലാം തരുമല്ലോ എന്ന് പറയുന്ന സമയത്തിന് രവീന്ദ്രൻ പറയുന്നത് അതിനെന്താ, ഒരു പ്രശ്നമില്ല, ഞാൻ ചോദിച്ചേക്കാം മക്കളെ. അവളിപ്പോൾ എന്തോ ഒരു ആവശ്യത്തിന് ബാമേൻ്റെ വീട്ടിലേക്ക് പോയിരിക്കാണ്. അവിടെ നിന്ന് തിരിച്ചു വന്ന ഉടനെ തന്നെ രേവതി മോളുടെ സ്വർണം ഞാൻ അവളോട് പറഞ്ഞിട്ട് വാങ്ങിച്ചു തരാം. ഇത് കേൾക്കുന്നതോടുകൂടി തന്നെ സുധി ആകെ പേടിച്ച് വരച്ചു പോവാൻ കേട്ടോ. കാരണം സ്വർണ്ണാഭരണങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല. സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ ചന്ദ്രമതി നേരെ സുധിക്കെടുത്ത് കൊടുത്തതാണല്ലോ. പണയം വെക്കാൻ വേണ്ടി കൊടുത്തതാണെങ്കിൽ പോലും സുധി അമ്മ പോലും അറിയാതെ അതെല്ലാം വിറ്റ് തുറച്ചു. ഇനിയിപ്പോൾ താൻ എന്ത് ചെയ്യും? അത്രയും പണം ഉണ്ടാക്കാൻ, അത്രയും ആഭരണങ്ങളെല്ലാം അവിടെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ താൻ എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിച്ച് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. എന്നാൽ താൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ സച്ചി രേവതി ഭയങ്കര സന്തോഷത്തിലായിരിക്കും. രേവതി സച്ചിൻ സന്തോഷത്തോടെ അവിടെ നിന്നങ്ങ് പോകുന്ന സമയത്തിന് ആകെ നെഞ്ചു തകർന്നിങ്ങനെ നിൽക്കായിരിക്കട്ടെ സുധി. എന്തുകൊണ്ടായിരിക്കും ഇത്രയും പെട്ടെന്ന് ഇവർ ഈ സ്വർണം ചോദിച്ചത്? ഇനിയൊരു പക്ഷേ ഞാൻ ആ സ്വർണം വിറ്റ കാര്യമെങ്ങാനും ഇവർ കണ്ടെത്തിയിട്ടുണ്ടാവോ എന്നൊക്കെ ചിന്തിച്ച് ആകെ ടെൻഷനോടെ നിൽക്കുകയാണ് സുധി. തനിക്കിനി എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പേടിച്ച് വിറച്ചുകൊണ്ടതിന് സുധി നേരെ ചന്ദ്രമതിയെ കാണാൻ വേണ്ടിയിട്ട് ബാമാൻഡിയുടെ വീട്ടിലേക്ക് പോവാണ്. ബാമാൻഡിയുടെ വീട്ടിലാണെങ്കിൽ ചന്ദ്രമതിയും ബാമയും കൂടെ ഓരോ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തിലായിരിക്കും. സുധിയുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റാൻ വേണ്ടിയിട്ട് രേവതി പോലും അറിയാതെ രേവതിയുടെ ആഭരണങ്ങളെല്ലാം തന്നെ സുധിക്ക് പണയം വെക്കാൻ വേണ്ടി എടുത്തു കൊടുത്തു എന്ന കാര്യങ്ങളൊക്കെ ബാമാൻഡിയോട് പറയാട്ടെ ചന്ദ്രമതി. അത് കേൾക്കുന്ന സമയത്തിന് ബാമാൻഡിക്ക് ദേഷ്യം വരും. ബാമ ചോദിക്കുന്നുണ്ട്, എന്തിനാ ചന്ദ്രേ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു പാവം കുട്ടിയല്ലേ ആ രേവതി? നീയും നിന്റെ മോനും മാത്രമേ ഇത്രമാത്രം വൃത്തികേടുകളൊക്കെ ചെയ്യുന്നു. നിങ്ങൾ രണ്ടുപേരും ഇവിടെ ജീവിക്കേണ്ടവരൊന്നുമല്ല. നിങ്ങൾ രണ്ടുപേരും ഒന്നാം തരം ക്രിമിനൽസ് ആണ് എന്നൊക്കെ പറഞ്ഞ് ബാമാൻഡി ഇങ്ങനെ ചന്ദ്രമതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുകയാണ്. ചന്ദ്രക്ക് ദേഷ്യം വരോട് ചന്ദ്രമതി പറഞ്ഞത്, ദേ ബാമേ, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ. എൻ്റെ മോൻ സുധിക്ക് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവനെ സഹായിക്കേണ്ടത് ഞാനല്ലേ? അവന് ഞാനല്ലാതെ പിന്നെ ആരാണുള്ളത്? ബാമ ചോദിക്കുന്നുണ്ട്, ആവശ്യമില്ലാതെ നീ എപ്പോഴും ആ രേവതി മോളെ ഇങ്ങനെ എപ്പോഴും കുറ്റപ്പെടുത്തി സംസാരിച്ചു കൊണ്ടേയിരിക്കും. നിനക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നപ്പോൾ ഇപ്പോഴേ അവളുടെ സ്വർണ്ണല്ലേ നിനക്ക് ഉപകാരപ്പെട്ടുള്ളൂ. ബാമാൻ്റെ രേവതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് കേൾക്കുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് ദേഷ്യം വരുടെ ചന്ദ്രമതി പറഞ്ഞിട്ട്, അതെ, നീ എപ്പോൾ നോക്കിയാലും രേവതി എങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു. ഇനി ഞാൻ ഏതായാലും ഇങ്ങോട്ടേക്ക് വരുന്നതന്നെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും എഴുന്നേൽക്കും. അപ്പോൾ ബാമാൻ്റെ പറയുന്നത്, അല്ല ചന്ദ്രേ, ഞാൻ നിനക്ക് നല്ലതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. രേവതി മോളുടെ സ്വർണം ഇനി ഒരു പക്ഷേ അവൾ എങ്ങാനും തിരിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ നീ പിന്നെ എന്ത് ചെയ്യും? ചന്ദ്രമതി പറയുന്നത്, ഇനി ഏതായാലും ആ സ്വർണ്ണാഭരണം ഏതായാലും അവൾ തിരിച്ചു ചോദിക്കാനൊന്നും പോകുന്നില്ല. അവൾക്ക് ഇനി സ്വർണം വേണ്ട, സ്വന്തം ഭർത്താവിൻ്റെ കൈകൊണ്ട് വാങ്ങിച്ച സ്വർണം മതി എന്നൊക്കെ പറഞ്ഞ് വേണ്ടാന്നൊക്കെ പറഞ്ഞ് ശബ്ദം ചെയ്തവളല്ലേ. അങ്ങനെ ശബ്ദം ചെയ്ത അവൾ എന്തിനാ പിന്നെ ആ സ്വർണം തിരികെ ചോദിക്കുന്നത്? ഏതായാലും കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ആ സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ ഞങ്ങൾ എടുപ്പിക്കും. സുധിയുടെ കടയിൽ ഇപ്പം നല്ല പ്രോഫിറ്റ് ഉണ്ട്. ആ പ്രോഫിറ്റിൻ്റെ പൈസ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പണയം വെച്ച സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ ഞാൻ തിരികെ എടുപ്പിക്കും. എന്നിട്ട് ആരും അറിയാതെ ആ അടുത്ത സ്ഥലത്ത് സ്വർണം തിരികെ കൊണ്ടുപോയി വെച്ചാൽ പോരെ? ചന്ദ്രമതിയുടെ ഈ ഒരു പ്രവൃത്തി ഒട്ടും തന്നെ ബാമാൻഡിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല കേട്ടോ. ഒന്നും മിണ്ടാതെ അതിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തായിരിക്കും ഇത് ആകെ ടെൻഷനോട് കൂടി തന്നെ സുധി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. സുധി ആകെ പരവേശത്തോടെ അങ്ങോട്ടേക്ക് ഓടി വരുന്നതും കണ്ടുകൊണ്ട് തന്നെ ചന്ദ്രമതിക്ക് ആകെ ടെൻഷനായിരിക്കും. ചന്ദ്രമതി ചോദിക്കുന്നത്, എന്താ സുധി, എന്താ പറ്റിയത്? നീ എന്തെങ്ങനെ ആകെ വെപ്രാളം പിടിച്ച് ഓടി വരുന്നത് എന്നൊക്കെ ചോദിക്കും ചന്ദ്ര. സുധിക്കാണെങ്കിൽ ഈ സ്വർണം വിറ്റ കാര്യമൊന്നും അമ്മക്കറിയില്ലല്ലോ. അതുകൊണ്ട് എങ്ങനെ ഈ ഒരു കാര്യം അവതരിപ്പിക്കണമെന്നൊക്കെ ചിന്തിച്ച് ആകെ ഇങ്ങനെ ടെൻഷനോടെ നിൽക്കുന്ന സമയത്തിന് ചന്ദ്രമതി വീണ്ടും പറഞ്ഞിട്ട്, എന്താണ് സുധി നിനക്ക് പറ്റിയത്? എന്താണെങ്കിലും നീ കാര്യം പറ. സുധി പറഞ്ഞിട്ട്, അത് പിന്നെ അമ്മേ, ആ സച്ചി അവിടെ വന്നിട്ട് അച്ഛനോട് ആ ഒരു സ്വർണ്ണമെല്ലാം തന്നെ തിരികെ ചോദിക്കണം അമ്മേ എന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷനിൽ സംസാരിക്കാട്ടോ. അന്നേരം ചന്ദ്രമതിക്കും വല്ലാതാവുന്നുണ്ട്. എന്താണ് നീ പറഞ്ഞത്? സ്വർണ്ണോ? ഏത് സ്വർണം? അതേ അമ്മേ, രേവതിയുടെ ആ സ്വർണം അമ്മ പൂട്ടി വെച്ചില്ലേ അൽമാറയിൽ, നമ്മൾ കൊണ്ടുപോയില്ലേ ആ ഒരു സ്വർണത്തിനെ പറ്റിയിട്ട് അവനതാ അച്ഛനോട് സംസാരിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്.
അത് കേൾക്കുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് ഒരു ഞെട്ടലായിരിക്കട്ടെ. ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, അല്ലടാ അവൻ എന്തിനാ സ്വർണം തിരികെ ചോദിക്കുന്നത്? ഇനി ഒരിക്കലും ആ സ്വർണം വേണ്ട എന്നൊക്കെ പറഞ്ഞ് രേവതി ശബ്ദം ചെയ്തതല്ലേ. പെട്ടെന്ന് അവൻ ആ സ്വർണം തിരികെ ചോദിക്കണമെങ്കിൽ എന്താ, അവൻ എന്തെങ്കിലും സത്യം തിരിച്ചറിഞ്ഞോ എന്ന് ചോദിക്കും. ശ്രുതി പറയുന്നുണ്ട്, അതൊന്നും അല്ല അമ്മേ, അവർക്ക് വേറെ മറ്റെന്തോ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ ആവശ്യം നടത്താൻ വേണ്ടിയിട്ട് ആ സ്വർണം ഉപയോഗിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അമ്മ ബാമാൻഡിയുടെ വീട്ടിൽ നിന്നും തിരികെ വന്നതിന് ശേഷം അമ്മയുടെ കയ്യിൽ നിന്ന് ആ ഒരു സ്വർണ്ണം വാങ്ങിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് അച്ഛൻ അവരെ അവിടെ പിടിച്ചിരുത്തിക്കുകയാണെന്നൊക്കെ പറയട്ടെ ശ്രുതി. ഇവരുടെ സംസാരം കേൾക്കുന്ന സമയത്തിന് ബാമാൻഡിക്കും ടെൻഷനാവും. ബാമ ചോദിക്കുന്നുണ്ട്, എൻ്റെ പൊന്നു ചന്ദ്രേ, എൻ്റെ ചന്ദ്രേ, 5-6 മാസത്തിനകം തന്നെ നീ ആ സ്വർണ്ണാഭരണമെല്ലാം തന്നെ തിരികെ എടുത്തു കൊടുക്കാമെന്ന് പറഞ്ഞ് ഇപ്പതേ നീ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴേക്കും ഇതേ സ്വർണം ചോദിച്ചുകൊണ്ട് തന്നെ സച്ചി വന്നിരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും ചെയ്തു വെച്ചിരിക്കുന്ന ഈ ഒരു പ്രവൃത്തി ഏതായാലും ഒട്ടും ശരിയല്ല. ഇനിയിപ്പോൾ നീ എന്താ ചെയ്യാൻ പോകുന്നത് ചന്ദ്ര എന്ന് ചോദിക്കുന്ന സമയത്തിന് ചന്ദ്രക്കാകെ ടെൻഷനാവട്ടെ. ചന്ദ്ര പറഞ്ഞത്, നീ ഒന്നും മിണ്ടാതിരിക്ക് ബാമേ. ശ്രുതി മോനെ, ഇനി നമ്മൾ എന്താ ചെയ്യുക? ഞാനെങ്ങാനും ഇനി തിരികെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും അവരെന്നോട് സ്വർണം ചോദിക്കും. ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുകയാണല്ലോ. ഞാനാണെങ്കിൽ ആ സ്വർണത്തിൻ്റെ പേരും പറഞ്ഞ് അവരോട് ഒരുപാടധികം ഡയലോഗ് അടിച്ചതായിരുന്നു. ഇനിയിപ്പോൾ അവർ ചോദിച്ച ഉടനെ തന്നെ ഞാൻ ആ സ്വർണം തിരികെ കൊടുത്തില്ലെങ്കിൽ പിന്നെ എനിക്കാകെ നാണക്കേടാവും. ഒരു കാര്യം ചെയ്യ ശ്രുതി, പൈസയൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും നിനക്ക് ഒപ്പിച്ചു തരാം. നീ എത്രയും പെട്ടെന്ന് തന്നെ പോയിട്ട് ആ ഒരു സ്വർണ്ണമെല്ലാം തന്നെ തിരികെ എടുത്തുകൊണ്ട് വാ എന്ന് പറയാണ് ചന്ദ്ര. അത് കേൾക്കുന്ന സമയത്തിന് ശ്രുതി ആകെ ഇങ്ങനെ പരിഭ്രാന്തിയോടെ നിൽക്കുമായിരിക്കട്ടോ. കാരണം അതിലേറെ വലിയ ചന്ദ്രമതിയോട് പോലും പറയാത്ത ഒരു വലിയ കള്ളത്തരമല്ലേ ശ്രുതി ചെയ്തിരിക്കുന്നത്. പണയം വെക്കാൻ കൊടുത്ത സ്വർണ്ണാഭരണമെല്ലാം തന്നെ ശ്രുതി അങ്ങ് വിറ്റ് തുലച്ചില്ലേ. അതാണെങ്കിൽ ചന്ദ്രമതിയോട് തുറന്നു പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ശ്രുതി ഇങ്ങനെ പരിങ്ങിലോടെ നിൽക്കണേ. അത് പിന്നെ അമ്മയെ സ്വർണം പണം അത് ഞാൻ എന്നൊക്കെ പറയുന്ന സമയത്തിന് ചന്ദ്രമതി പറയുന്നുണ്ട്, നീ പോയിട്ട് അത് സ്വർണം എടുത്തുകൊണ്ട് വാടാ, പൈസ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചു തരാം. തൽക്കാലം നീ എൻ്റെ സ്വർണ്ണാഭരണങ്ങളെല്ലാം എടുത്തുകൊണ്ട് പോയിക്കോ, എന്നിട്ട് എങ്ങനെയെങ്കിലും രേവതിയുടെ സ്വർണം ഇങ്ങോട്ടേക്ക് തിരികെ കൊണ്ടുപോകാ എന്ന് പറയുന്ന സമയത്തിന് ശ്രുതി ആകെ കരയാട്ട്. ശ്രുതി പറയുന്നുണ്ട്, അമ്മേ ഇനിയിപ്പോൾ പണം ഉണ്ടായിട്ടും കാര്യമുണ്ടെന്നൊന്നും തോന്നുന്നില്ല. ആ സ്വർണം ഏതായാലും നമ്മുടെ കയ്യിൽ നിന്നും പോയി. ആ സ്വർണം ഇനി ഒരിക്കലും തിരികെ എടുക്കാൻ പറ്റില്ല എന്ന് പറയും. എന്താണ് നീ പറഞ്ഞത്? സ്വർണം തിരികെ കിട്ടില്ലെന്നോ? സ്വർണം തിരികെ എടുക്കാൻ പറ്റില്ലെന്നോ? അതെന്താടാ, നീ അപ്പോൾ എവിടെയാണ് കൊണ്ടുപോയി വെച്ചത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ശ്രുതി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അതമ്മേ അന്ന് പണം തികഞ്ഞില്ലായിരുന്നു. ആ സ്വർണം കൊണ്ട് മാത്രം എൻ്റെ ആവശ്യങ്ങളൊന്നും നടക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ ആ സ്വർണം പണയം വെക്കലേ ചെയ്തത്, അത് ഞാൻ വിൽക്കുകയാണ് ചെയ്തത് എന്ന് പറയും. എന്നാൽ അത് കേട്ടതോടുകൂടി തന്നെ ചന്ദ്രമതിക്ക് ആകെ ഇങ്ങോട്ട് ഷോക്കാവാണെന്ന് മാത്രമല്ല ദേഷ്യം വന്നുകൊണ്ട് തന്നെ നിർത്താതെ ശ്രുതിനെ തെലങ്ങും വിലങ്ങോട്ട് അടിക്കാട്ടെ. ചന്ദ്ര, എടാ മഹാപാപി, നീ എന്നെ ചതിച്ചുവല്ലേ, എൻ്റെ ജീവിതം നീ കാരണം തൊലച്ചുവല്ലേ. എടാ എന്തിനാടാ എന്നോട് പോലും പറയാതെ ആ സ്വർണ്ണാഭരണമെല്ലാം വിറ്റത് എന്നൊക്കെ ചോദിച്ചു കൊടുത്തിട്ട് ചന്ദ്രമതിക്ക് ദേഷ്യം അടക്കാൻ കഴിയാതെ തലങ്ങും വിലങ്ങും ഇട്ടിട്ട് ശ്രുതിയെ നിർത്താതെ അടിക്കുകയാണ്. എടാ എന്തിനാടാ മഹാപാപി എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിച്ചിട്ട് നിർത്താതെ അങ്ങനെ അടിക്കുന്ന സമയത്തിന് ശ്രുതി പറഞ്ഞിട്ട്, അമ്മ എന്നെ ഇങ്ങനെ അടിക്കല്ലേ അമ്മേ, കാര്യമുണ്ടായിരുന്നു. അന്ന് ഞാൻ ആ സ്വർണം കൊടുത്തപ്പോൾ അതിന് വളരെ തുച്ഛമായ കാശ് മാത്രമേ കിട്ടുള്ളൂ. അതുകൊണ്ട് മറ്റ് നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രം എനിക്ക് ആ സ്വർണ്ണമെല്ലാം തന്നെ വിൽക്കേണ്ടി വന്നതാണ് അമ്മയെന്നൊക്കെ പറയും. അന്നേരം ചന്ദ്രമതി പറഞ്ഞിട്ട്, എടാ നിനക്കറിയാമായിരുന്നില്ലേ അത് രേവതിയുടെ ആഭരണങ്ങളാണെന്ന്? എന്നെങ്കിലും ഒരിക്കൽ അതവർ തിരിച്ചു ചോദിക്കുമെന്ന കാര്യം നിനക്കറിയാമായിരുന്നില്ലേടാ? നീ അത് പണയം വെക്കാനാണ്, കുറച്ച് ദിവസത്തേക്ക് മാത്രമാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമല്ലേടാ ഞാൻ നിന്നതിന് സമ്മതിച്ചത്. എന്തിനാണ് മഹാപാപി നീ എപ്പോഴും എനിക്കിങ്ങനെ ഓരോ ദിവസമായിട്ട് ഓരോ ദ്രോഹങ്ങളൊക്കെ വരുത്തി വെക്കുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാണ് നിന്നോട് ഞാൻ ചെയ്തത്? ദേഷ്യം സഹിക്കാൻ കഴിയാതെ ചന്ദ്രമതി ദേഷ്യം തീരുന്നത് വരെ നിർത്താതെ ഇങ്ങനെ ശ്രുതിയിട്ടടിക്കുന്ന സമയത്തിന് ശ്രുതി ഒരു പട്ടിയെ പോലെ ഇങ്ങനെ നിർത്താതെ ഇരുന്ന് കരയായിരിക്കട്ടോ. ഇവരുടെ ഈ ഒരു പ്രകടനമെല്ലാം കണ്ടുകൊണ്ട് തന്നെ ബാമാൻഡി ചോദിക്കുന്നതിന്, ചന്ദ്രേ നീ ഇനി എന്താ ചെയ്യുക? രേവതിയുടെ ആഭരണങ്ങളില്ലാതെ നിനക്കിനി ഒരിക്കലും തിരികെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. ഇനി നീ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കാണ് ബാമാൻഡിയുടെ ആ ഒരു ചോദ്യം കൂടെ കേട്ടതോടുകൂടി തന്നെ ചന്ദ്രമതിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല കേട്ടോ. ബാമാൻഡിയുടെ ആ ഒരു ചോദ്യം കേട്ടുകൊണ്ട് തന്നെ ആകെ പേടിച്ച് വിറച്ചിങ്ങനെ ഞെട്ടലോടെ നോക്കി നിൽക്കുന്ന ചന്ദ്രമതിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ചന്ദ്രമതിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ആകെ അങ്കലാപ്പോടെ നോക്കി നിൽക്കുന്ന ചന്ദ്രമതിയെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. ഇനി അടിപൊളിയായിട്ടുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതി തിരികെ വീട്ടിലേക്ക് എത്തിയതിന് ശേഷം നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.